Welcome to Tales of Literature. We are going to discuss Farewell Love written by Sir Thomas Wyatt. Before moving on to the poem, we can discuss about Sir Thomas Wyatt. He is a 16th century English politician, ambassador and lyric poet credited with introducing the sonnet to English literature. സർ തോമസ് വാട്ട് എന്ന് പറയുന്ന ഒരു 16th സെഞ്ചുറി ഇംഗ്ലീഷ് പൊളിറ്റീഷ്യനാണ്, അംബാസിഡറാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് പെട്രിയാർക്കൻ സോണറ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഫെയർവെൽ ലവിനെ പറ്റി ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ദ പോയം ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി ഓഫ് എ ലവർ ഹൂ ഈസ് നോ മോർ ബിലീവിങ് ഇൻ ലവ് ആൻഡ് ഹീ ഈസ് ഗിവിങ് ഫെയർവെൽ ടു ലവ്. ഇതിനകത്തുള്ള സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ ലവിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്നേക്കുമായിട്ടുള്ള ഫോർ എവർ ഫെയർവെൽ ആണ് ലവിന് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലവിൽ നിന്നൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഞ്ചുറീസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ആയിരിക്കും അതിനുള്ളൊരു റീസൺ. താനൊരു ഫെയർവെൽ തൻ്റെ ലവിനൊരു ഫെയർവെൽ കൊടുക്കാനുള്ളൊരു റീസൺ ഇതൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഒരു സോണറ്റാണ്. ഇവിടെ ലവ് ആണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിനകത്തുള്ള നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി പോയം ഇറ്റ് സെൽഫ് ദ പോയിറ്റ് ഈസ് ഗിവിംഗ് ഫെയർവെൽ ടു ദ ലവ് ടു ഫോർ എവർ. ഹീ ഈസ് കട്ടിംഗ് ദ ലവ് ഫ്രം ഹിസ് ലൈഫ്, ദെയർ ഇസ് നോ റിട്ടേൺ ടു ലവ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലവിൽ ഇനി കൂടുതൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം തനിക്ക് ലവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മേ ബി അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യാനുള്ള ഒരു റീസൺ തന്നെ തനിക്കുള്ളൊരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താൻ എന്താണ് ആ ഒരു സ്പീക്കർ തൻ്റെ ലവിനൊരു ഫെയർവെൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ദ പോയിറ്റ് ഈസ് കമ്പയറിങ് ഹിസ് ലവ് ടു എ ട്രാപ്പിംഗ് എ ഫിഷ്. ഒരു ഫിഷിനെ ട്രാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ട്രാപ്ഡ് ഫിഷുമായിട്ട് തൻ്റെ ലവിനെ താൻ കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ സ്പീക്കർ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രാപ്പ് ഫിഷ് എങ്ങനെയാണ്, നമ്മളൊരു ഫിഷിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിലെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫിഷിനെ ട്രാപ്പ് ചെയ്യണം എന്നാണ്. പക്ഷെ ആ ഒരു വിത്തൗട്ട് നോയിങ് എബൌട്ട് എനിത്തിങ്, എന്തിനെക്കുറിച്ചിട്ടും ഒരു അവയർനെസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ആ ഒരു ഫിഷ് ആ ഒരു ട്രാപ്പിൽ പെടുകയല്ലേ ചെയ്യുന്നത്, ആ ഒരു ട്രാപ്പിനുള്ളിൽ കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാപ്പാണെന്നറിയാതെയാണ് ഒരു പേഴ്സൺ ഒരു ലവിലോട്ട് ഫോളോ ചെയ്യുന്നതും. അതുപോലെ തന്നെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ് ആ ഒരു ഫിഷിനെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി അതെന്താണ്, ഒരു ട്രാപ്പാണെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ലവ് ഈസ് കമ്പയർഡ് ടു എ ട്രാപ്പിംഗ് ഫിഷ് വിത്തൗട്ട് നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് എ ട്രാപ്പ് or that the fish is got caught up. Likewise, without knowing a trap love happens. From outside love is a beautiful but actually it is a trap എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ലേറ്റർ പോയിറ്റ് ഈസ് കോട്ടിങ് ദ ലൈൻസ് ഓഫ് സെനക് ആൻഡ് പ്ലേറ്റോ. കാരണം സെനക്കും പ്ലേറ്റോയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ, അല്ലെങ്കിൽ ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നേ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. പ്ലേറ്റോ ആൻഡ് Seneca always quotes the line that we have to give more importance to education than love. Poet quotes inspiration from them. പോയിറ്റിന് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിരിക്കുന്നതും ഇവരിൽ നിന്ന് തന്നെയാണെന്ന് നമ്മുടെ സ്പീക്കർ പറയുന്നുണ്ട്. ലേറ്റർ ബ്ലൈൻഡ് എററിനെ പറ്റിയിട്ട് നമ്മുടെ പോയിറ്റ് മെൻഷൻ ചെയ്യുകയാണ്. എ പേഴ്സൺ ദാറ്റ് ട്രാപ്ഡ് ഇൻ ലവ്, ദേ ഡോണ്ട് നോ വാട്ട് എവർ ഈസ് ഗോയിങ് ഓൺ ഓർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ദേ ആർ ഇൻ എ മാജിക്കൽ വേൾഡ്. ഒരു ലവിലുള്ള പേഴ്സൺ എന്ന് പറയുമ്പോൾ എപ്പോഴത്തേയും പോലെ തന്നെ അവരൊരു മാജിക്കൽ വേൾഡിലായിരിക്കും സർവൈവ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം അവരൊരു മാജിക്കൽ വേൾഡിൽ എന്ന പോലെ ആയിരിക്കും നടക്കുന്നത്. ആക്ച്വലി അവരെന്തായിരിക്കും, ഒരു ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. At the same time, the speaker also trying to say that he was also in that blind error. നമ്മുടെ സ്പീക്കർ ആ ഒരു രീതിയിലുള്ളൊരു മാജിക്കൽ വേൾഡിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ബ്ലൈൻഡ് എററിലായിരുന്നു. ബട്ട് വെൻ ഹീ ഈസ് ഇൻ ലവ് വിത്ത് വെൻ ഹീ കംസ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഹീ റിയലൈസ് ദാറ്റ്, അദ്ദേഹം ലവിലായിരുന്ന സമയത്ത് താൻ ഒരു ബ്ലൈൻഡ് എറർ ആയിരുന്നു എന്നും, അതുപോലെ തന്നെ ആ ലവിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്താണ് അദ്ദേഹം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ എല്ലാം റിയലൈസ് ചെയ്തത് അന്നേരമാണെന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ലവ് ഗീവ്സ് ഹിം മെനി ഇഞ്ചുറീസ്. നമ്മുടെ സ്പീക്കറിന് ഒരുപാട് ഇഞ്ചുറീസ് മാത്രമാണ് ലവ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ലവ് ടീച്ചേഴ്സ് ഹിം പോയിൻറ്റ്ലെസ് തിങ് ഇൻസ്റ്റെഡ് ഓഫ് എനി യൂസ്ഫുൾ തിങ്സ്. ഒരുപാട് യൂസ്ഫുൾ തിങ്സിന് പകരം ഒരുപാട് പോയിൻറ്റ്ലെസ് ആയിട്ടുള്ള തിങ്സ്, അല്ലെങ്കിൽ പെയിൻലെസ് തിങ്സ് ആണ് നമ്മുടെ സ്പീക്കറിന് സമ്മാനിച്ചത് എന്നാണ് സ്പീക്കർ പറയുന്നത്. Later, he mentioned about liberty. More than love, a person needs liberty. Freedom is necessary than love എന്നാണ് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ഇഫ് യു ആർ ഇൻ ലവ്, ദെയർ ഈസ് നോ ലിബർട്ടി ഓർ ഫ്രീഡം. ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മുടെ ലിബർട്ടി അവിടെ സ്റ്റോപ്പ് ആവപ്പെടുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം അവിടെ നോ മോർ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഇല്ല എന്നാണ് ഈ ലൈൻസിലൂടെ പോയിറ്റ് പറയുന്നത്. ഈ ഒരു എൻ്റയർ പോയത്തിനകത്ത് നമ്മുടെ സ്പീക്കർ പറയുന്നത്. ദസ് ലവ് ട്രബിൾസ് യങ് ഹേർട്സ് ആൻഡ് നോ മോർ ഗെറ്റ്സ് ബൈ ലവ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് നമ്മുടെ സ്പീക്കർ ഒരു അഡ്വൈസോടെ കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ലവ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും യങ്ങർ ഹാർട്സിനെ ട്രബിൾ ചെയ്യുന്നതാണെന്നും ആ ട്രബിളിൽ യങ്ങർ ഹാർട്സ് വീഴരുത് എന്നുള്ളൊരു അഡ്വൈസും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്പീക്കർ പറയുന്ന ലൈൻസാണ്, യു ക്യാൻ ഐഡിയൽ
youth. You felt love is more important than anything and don't come like me who are were matured. അപ്പോൾ തൻ്റെ ലൈഫ് വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളൊരു ഐഡിയൽ പേഴ്സൺ ആകാം അല്ലെങ്കിൽ ഒരു ഐഡിയൽ യൂത്ത് ആണ്, പക്ഷേ എന്താണ് തനിക്കുണ്ടായ ഒരു അനുഭവം ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾക്കും വരരുത് എന്ന് താൻ അവിടെ ഈ ഒരു പോയത്തിലൂടെ പറയുവാണ്. പിന്നീട് അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യൂസ് ദിസ് ക്യൂപ്പിഡ് ആരോസ് ടു ദം. അവരിലേക്ക് ആ ഒരു ക്യൂപ്പിഡ് ആരോസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി പോയറ്റ്, the poet says that he lost all his time through his love. Now he is lamenting and he is no more willing to become like that and not to climb in the rotten tree. ഒരു റോട്ടൺ ട്രീയിൽ തൻ്റെ ലവിനെ താനൊരു റോട്ടൺ ട്രീ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ്. കാരണം ഈ നൗ ഹീ ഈസ് നോ മോർ വില്ലിങ് ടു ക്ലൈംബ് ഇൻ ദിസ് റോട്ടൺ ട്രീ. ആ ഒരു റോട്ടൺ ട്രീയിൽ ക്ലൈം ചെയ്യാനായിട്ട് ഇപ്പോൾ തനിക്ക് എന്താണ്, ഇനി താൻ അങ്ങോട്ട് പോത്തില്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ തൻ്റെ ആ ഒരു പാസ്റ്റ് മെമ്മറീസിലും തന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്, അഥവാ ആ ഒരു പെയിനിൽ താൻ ഇപ്പോഴും ലാമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിലൂടെ നമ്മുടെ പോയിറ്റ് ഈ ഒരു പോയത്തിലൂടെ ഒരു ഫെയർവെൽ ലവ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ യൂത്തിന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഒരു ലൈഫിൽ എങ്ങനെയാണ് ലവിനെ ട്രീറ്റ് ചെയ്യുന്നത്, ലവിനേക്കാളും കൂടുതൽ നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയുള്ളൊരു അവയർനെസ് പോലെയും നമുക്ക് ഈ ഒരു പോയത്തിനെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പോയം ഒരു സോണറ്റാണ്. ഇവിടെ ലവ് ആണ് പെർസോണിഫൈഡ് ചെയ്തിരിക്കുന്നത്.